ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരെ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ആ സ്ത്രീ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. എന്നാൽ പരിശുദ്ധ റജബ് മാസം വന്നാൽ ആ മാസത്തെ ബഹുമാനിച്ച് സ്വന്തം ഇഷ്ടത്താൽ 12 തവണ സൂറത്തുൽ ഇഖ്ലാസ് എന്നും പാരായണം ചെയ്യുമായിരുന്നു. കൂടാതെ ആ സ്ത്രീ റജബിൽ ഒരുങ്ങുന്നത് വളരെ താഴ്ന്ന വസ്ത്രം ധരിച്ച് പൂർണ്ണമായും ഇബാദത്തിലേക്ക് സജ്ജമാകും. ഒരു റജബിൽ ഈ സ്ത്രീക്ക് അസുഖം ബാധിച്ചു. അപ്പോൾ ആ സ്ത്രീ തൻ്റെ മകനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ, എനിക്ക് രോഗം കൂടിയിരിക്കുന്നു. ഈ റജബിൽ ഞാൻ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോടൊരു വസിയത്തുണ്ട്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നല്ല കഫം പുടവ വാങ്ങി എന്നെ നീ യാത്രയാക്കരുതേ. നീ എന്നെ പൂർണ്ണമായും താഴ്ന്ന വസ്ത്രം ഉപയോഗിച്ച് കഫൻ ചെയ്ത് എന്നെ കബറിൽ വെക്കണേ. ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഉമ്മാന്റെ പൊരുത്തം ഉണ്ടാകില്ല. പിന്നെ ആ സ്ത്രീ ആ റജബിൽ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ മകനിക്ക് ഉമ്മാന്റെ വസിയത്ത് ഓർമ്മയുണ്ടെങ്കിലും ആ മകൻ എൻ്റെ ഉമ്മയല്ലേ എന്ന് കരുതി നല്ലതു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നല്ല മുന്തിയ കഫൻ പുടവ വാങ്ങി ഉമ്മയെ കഫൻ ചെയ്ത് ശേഷക്രിയയൊക്കെ ചെയ്ത് ആ ഉമ്മാനെ കബറടക്കി. അങ്ങനെ ഉമ്മ നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ആ രാത്രി മകൻ ഉറങ്ങുകയാണ്. അങ്ങനെ ആ മകന്റെ സ്വപ്നത്തിൽ ആ ഉമ്മ വരുന്നു. ആ ഉമ്മ സ്വപ്നത്തിൽ ഇങ്ങനെ വിളിക്കുന്നു, ഓ മോനെ, ഞാൻ നിന്നെ തൊട്ട് സംതൃപ്തിയല്ല മോനെ. നിനക്ക് ഉമ്മാന്റെ പൊരുത്തമില്ലടാ. കാരണം ഉമ്മാന്റെ വസിയത്ത് നീ നടപ്പാക്കിയില്ല. ഇത് കേട്ടപ്പോൾ ആ മകൻ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. രാത്രിയുടെ ഇരുളുകൾ ഭേദിച്ച് ആ മകൻ തൻ്റെ ഉമ്മാന്റെ കബറിന് ചാരെ എത്തി. ഉമ്മാന്റെ കഫൻ പുടവ മാറ്റി കഫൻ ചെയ്യാൻ വേണ്ടി കബറിന് മുകളിലെ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഓരോ മൂടുകല്ലുകൾ വീതം എടുത്തു മാറ്റി. സുബ്ഹാനല്ലാഹ്, ആ കബറിൽ ഉമ്മാന്റെ മയ്യത്ത് കാണുന്നില്ല. ഇതും കൂടി കണ്ടപ്പോൾ ആ മകൻ ആ രാത്രിയിൽ അവിടെ ഇരുന്ന് കരഞ്ഞ് തളരുകയാണ്. പെട്ടെന്ന് ആ കബറിന് സമീപത്ത് നിന്നൊരു അശരീരി കേട്ടു. ഓഹ് ചെറുപ്പക്കാരാ, റജബിനെ ബഹുമാനിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയ ആളുകളെ കബറിൽ ഒറ്റയ്ക്ക് കിടത്തുമെന്ന് നീ കരുതിയോ? ഒരിക്കലുമില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ചരിത്രം. എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു സ്നേഹമാണ് നമ്മോട് അള്ളാഹുവിനോട്. ഖബറിന്റെ കൂരിരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് റജബ്. അള്ളാഹു തആല ഈ റജബ് മാസത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും തരണേ നാഥാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക.